അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ കാട്ടാന അവശനിലയിൽ. കൊട്ടത്തറ മേഖലയിലാണ് കാട്ടാനയെ അവശനിലയിൽ കണ്ടത്. 3 ദിവസമായി ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. അതിർത്തി പ്രദേശമായതിനാൽ ആനയെ തമിഴ്നാട് വനം വകുപ്പ് നിരീക്ഷിക്കുകയാണ്. ഗൂഗിളാണ് വിവരങ്ങളുമായുള്ളത്. ഗൂഗിൾ, ആ ദൃശ്യങ്ങളിൽ കാണാം ആന അവശനിലയിലാണ്. 3 ദിവസമായി ആന ഈ പ്രദേശത്തുണ്ട് എന്ന് പറയുന്നു. ആനയെ കരക്ക് കയറ്റാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടത്തേണ്ട കാര്യമുണ്ടോ? ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമല്ല, മറിച്ച് കാട്ടിലേക്ക് ഒരുപക്ഷെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് കൂടുതുറ മേഖലയിലാണ്, വനമേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ്. ഭവാനിപ്പുഴയിലാണ് ആന ഇങ്ങനെ അവശ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. വനംവകുപ്പ് ആനയെ പൂർണ്ണമായും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്, കേരളത്തിലെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ ഘട്ടത്തിൽ ഈ പുഴയിലേക്കൊക്കെ ഇറങ്ങിയാൽ ഒരുപക്ഷെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ ആനയെ നിരീക്ഷിക്കുന്നത്. ആന അവശ നിലയിലാണ്, അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായി ചെയ്യാനില്ല. ആനയെ ഒരുപക്ഷെ കാട്ടിലേക്ക് കരയ്ക്ക് കയറുകയാണെങ്കിൽ കാട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. 3 ദിവസമായി ഈ പ്രദേശത്ത് ഇങ്ങനെ ആന ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഒന്നെങ്കിൽ ഈ ഭവാനിപ്പുഴയുടെ കരയിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് ആന നിൽക്കുന്നത്. സ്വാഭാവികമായും ആ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആനയെ മാറ്റേണ്ട സാഹചര്യമോ ആന അപകടം നടത്തുന്ന സാഹചര്യമോ ഇല്ല. പക്ഷേ എങ്കിലും പ്രദേശവാസികൾക്ക് ഈ വിഷയത്തിൽ ഒരു ആശങ്കയുണ്ട്. കാരണം അവരുടെ വീടിന് സമീപത്ത് ഇങ്ങനെ ആന നിലയുറപ്പിക്കുന്ന സ്ഥിതി വരുന്നു. 3 ദിവസമായി ആ പ്രദേശത്ത് ഇങ്ങനെ ആന ചുറ്റിക്കറങ്ങുന്ന ഒരു സ്ഥിതി വരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികൾക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ട്. ഗൂഗിൾ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.